بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ അംബിയായിലെ 38 മുതലുള്ള വചനങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം 38 മുതൽ 41 വരെയുള്ള വചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. بسم الله الرحمن الرحيم ويقولون متى هذا الوعد إن كنتم صادقين لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا هم ينصرون بل تأتيهم بغتة فتبهتهم فلا يستطيعون ردها ولا هم ينظرون ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون. അവർ പറയുന്നു, ഈ വാഗ്ദാനം എപ്പോഴാണ് ഉണ്ടാവുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ എന്ന്. തങ്ങളുടെ മുഖങ്ങളിൽ നിന്നാകട്ടെ മുതുകുകളിൽ നിന്നാകട്ടെ അഗ്നിയെ തടയാതിരിക്കുകയും തങ്ങൾക്ക് സഹായം സിദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തെ അവിശ്വസിച്ചവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്നാൽ അത് പെട്ടെന്ന് അവർക്ക് വന്നെത്തും. തന്നിമിത്തം അതവരെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് തടുക്കുവാൻ അവർക്ക് സാധിക്കുന്നതല്ല, അവർക്ക് ഇട കൊടുക്കപ്പെടുകയുമില്ല. നബിയെ, നിനക്ക് മുമ്പ് പല റസൂലുകളും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെ പുച്ഛിച്ചവരിൽ ഏതൊന്നിനെ സംബന്ധിച്ച് അവർ പരിഹസിച്ചിരുന്നുവോ അതേ ആ ശിക്ഷ അവർക്ക് വന്നെത്തുക തന്നെ ചെയ്തു. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. 36-ാം വചനത്തിൽ കണ്ടതുപോലെ അവിശ്വാസികളുടെ ഒരു പരിഹാസമാണ് ഇതും. നിങ്ങൾ പറയുന്ന അന്ത്യസമയവും ശിക്ഷയുമെല്ലാം എപ്പോഴാണ് ഉണ്ടാകുവാൻ പോകുന്നത് എന്നും മറ്റും അവർ ചോദിക്കും. അള്ളാഹു അതിന് നൽകുന്ന മറുപടി ഇതാകുന്നു: അത് സംഭവിക്കുന്നത് എപ്പോഴാണെന്നല്ല അവർ ആലോചിക്കേണ്ടത്, അത് ഉണ്ടാകുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അപ്പോൾ അത് തടയുവാനോ തടുക്കുവാനോ അതിൽ നിന്ന് വല്ല രക്ഷയും കിട്ടുവാനോ ഒരു മാർഗവും അവർക്കുണ്ടായിരിക്കയില്ല. അവർ ഈ നില തുടർന്നു പോകുന്ന പക്ഷം അവരുടെ ശരീരത്തെ മുഴുവനും ബാധിക്കുന്നതും അവർക്ക് ഒരു പ്രകാരത്തിലും തടുക്കുവാൻ കഴിയാത്തതുമായ നരകശിക്ഷയാണ് അവർക്കുണ്ടാവുക. ഇതുപോലെ മുമ്പും പല നബിമാരെയും അവിശ്വാസികൾ പരിഹസിച്ച് പറഞ്ഞിരുന്ന അതേ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഇതവർ ആലോചിച്ചു കൊള്ളട്ടെ. തുടർന്ന് 42, 43, 44 വചനങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. قل من يكلؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر أنفسهم ولا هم منا يصحبون بل متعنا هؤلاء وآباءهم
حتى طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفهم الغالبون. നബിയെ ചോദിക്കുക, പരമകാരുണികനായുള്ളവനിൽ നിന്ന് രാത്രിയും പകലും ആരാണ് നിങ്ങളെ കാത്ത് രക്ഷിക്കുന്നത്? എന്നാൽ അവർ തങ്ങളുടെ രക്ഷിതാവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാകുന്നു. അഥവാ നമ്മളിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന വല്ല ഇലാഹുകളും ആരാധ്യന്മാരും അവർക്കുണ്ടോ? അവർക്ക് അഥവാ ആ ആരാധ്യന്മാർക്ക് തങ്ങളെ തന്നെ സഹായിക്കുവാൻ സാധിക്കുന്നതല്ല. അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് തുണക്കപ്പെടുന്നതുമല്ല. പക്ഷേ ഇക്കൂട്ടർക്കും ഇവരുടെ പിതാക്കൾക്കും നാം സുഖഭോഗം നൽകുകയുണ്ടായി. അങ്ങനെ ആയുഷ്കാലങ്ങൾ അവർക്ക് ദീർഘിച്ചു കഴിഞ്ഞു. എന്നാൽ നാം ഇവരുടെ ഭൂമിയിൽ ചെന്ന് അതിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അത് ചുരുക്കിക്കൊണ്ടുവരുന്നുവെന്നത് ഇവർ കാണുന്നില്ലേ? അപ്പോൾ ഇവരാണോ വിജയികൾ? ഇതാണ് ഈ വചനങ്ങളുടെ സാരം. പരലോക ശിക്ഷയെ ഒരു വിധത്തിലും തടുക്കുവാൻ അവർക്ക് സാധ്യമല്ലെന്ന് മുകളിൽ പറഞ്ഞു. എന്നാൽ ഇഹലോകത്ത് വെച്ച് രാത്രിയാകട്ടെ പകലാകട്ടെ അള്ളാഹുവിൽ നിന്ന് വരുന്ന വിപത്തുകൾ തടയുവാൻ അല്ലാഹുവല്ലാതെ അവർക്ക് മറ്റാരാണുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പരമകാരുണികനായ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. അവരുടെ ആരാധ്യന്മാർക്കും ദൈവങ്ങൾക്കും അതിന് കഴിവില്ല എന്ന് അവർക്കറിയാമല്ലോ. എന്നിട്ടും അവർ തങ്ങളുടെ രക്ഷിതാവിനെ ഓർമ്മിക്കാതെ ആ ആരാധ്യന്മാരുടെ സ്മരണകളിൽ മുഴുകിപ്പോകുന്നു. അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയെ തടയുവാൻ ആ ദൈവങ്ങൾക്ക് കഴിയാത്തതു പോകട്ടെ, അവരുടെ സ്വന്തം രക്ഷയ്ക്ക് കൂടി അവർ പ്രാപ്തരല്ല. ഈ അവഗണനാ നയം ഇത്രയും മുഴക്കുവാനുള്ള കാരണം അവർക്കും അവരുടെ പിതാക്കൾക്കും അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ അവർ വഞ്ചിതരായി പോയതാണ്. സുഖസൗകര്യങ്ങൾ പാരമ്പര്യമായി അനുഭവിച്ചാസ്വദിച്ചു വന്നപ്പോൾ ഇതെല്ലാം തന്നെ തങ്ങളുടെ കുത്തകയാണ്, സ്വന്തം പ്രവർത്തന ഫലമാണ്, ഇതൊന്നും ഇനി തങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല എന്നൊക്കെ അവർ കരുതി വശായി. അങ്ങനെ ധിക്കാര ലഹരി കയറിയിരിക്കുകയാണവർക്ക്. അതുമൂലം വരാനിരിക്കുന്ന ആപത്തുകളെപ്പറ്റി അവർ ഗൗനിക്കുന്നില്ല. അവരുടെ ചുറ്റുപാടുകളിൽ അവർക്ക് സ്വാധീനവും പ്രശസ്തിയുമുണ്ടായിരുന്ന നാടുകളതാ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവ ഇസ്ലാമിന് അധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ അവരുടെ സ്വന്തം പാർപ്പിടങ്ങളും കൂടി മുസ്ലിങ്ങൾ ചെന്ന് ജയിച്ചടക്കുവാൻ പോവുകയാണ്. അങ്ങനെ അടുത്ത ഭാവിയിൽ ക്ഷയിച്ചു വരുന്ന ഇവരുടെ ശക്തി പറ്റേ നശിച്ചു പോവുകയും ഭൂമിയിൽ ഇവരുടെ പ്രതാപം തുടച്ചു നീക്കപ്പെടുകയും ചെയ്യും. എന്നിരിക്കെ എങ്ങനെയാണ് ഇവർ വിജയഭേരി അടിക്കുന്നത്? നാം അവരുടെ ഭൂമിയിൽ ചെന്ന് അതിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ചുരുക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ അള്ളാഹുവിൻ്റെ സൈന്യമായ സജ്ജനങ്ങൾക്ക് ഭൂമിയിൽ അവൻ നൽകുന്ന സ്വാധീനങ്ങളും വിജയങ്ങളുമാകുന്നു. തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥയും എന്ന് വേണ്ട മറ്റ് നബിമാരുടെ കഥകളും എല്ലാം തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളാകുന്നു. അള്ളാഹുവിൻ്റെ അടിയാന്മാരാകുന്ന സത്യസേനക്കാണ് ഇഹത്തിലും പരത്തിലും ഒടുവിൽ വിജയം കൈവരുന്നതെന്ന പാഠങ്ങളാണ് അവയെല്ലാം നമുക്ക് നൽകുന്നത്. പല പ്രവാചകന്മാരുടെയും വിജയചരിത്രങ്ങൾ വിവരിക്കുന്നതോടൊപ്പം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നമ്മുടെ ദൂതന്മാരായ അടിയാന്മാരോട് നമ്മുടെ വാക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട്, നിശ്ചയമായും അവർ തന്നെയാണ് സഹായിക്കപ്പെടുന്നവർ, നമ്മുടെ സൈന്യം തന്നെയാണ് വിജയികളും എന്ന്. സൂറത്ത് സോഫാത്തിലും ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്ന വിജയികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.